ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറി എന്ന പരാമർശത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നുവെന്ന് കോടതി വിമർശിച്ചു. അപകീർത്തി കേസ് ചോദ്യം ചെയ്ത് രാഹുൽ ഗാന്ധി നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ ഈ വിമർശനം. കേസിലെ നടപടികൾ കോടതി സ്റ്റേ ചെയ്തു. ഭാരത് ജോഡോ യാത്രയ്ക്കിടെയായിരുന്നു രാഹുലിന്റെ ഈ പരാമർശം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഈ കേസ് ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ ഈ നടപടികൾ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു പരാമർശം അത് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായെന്ന് പറയുമ്പോൾ അത് ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. അത് രൂക്ഷ വിമർശനമായി തന്നെ കാണുന്നു. ഈ രീതിയിൽ യഥാർത്ഥ ഒരു പൗരനാണെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു എന്ന് കോടതിക്ക് പറയേണ്ടി വന്നു. എന്തായിരുന്നു ആ പരാമർശം? എങ്ങനെയാണ് കോടതി ഇതിനെ കണ്ടത് ഇന്ന് കോടതിയിൽ? പ്രജിൻ, 2020 ഗാൽവൻ താഴ്വരയിലെ ഇന്ത്യ ചൈന സംഘർഷവുമായി ബന്ധപ്പെട്ടായിരുന്നു രാഹുൽ ഗാന്ധി പരാമർശം നടത്തിയത്. അതായത് 2000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറി എന്നായിരുന്നു അദ്ദേഹം നടത്തിയ പരാമർശം. ഇതിലായിരുന്നു ഒരു വ്യക്തി കേസ് നൽകുന്നതും ആ അപകീർത്തി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചതും. ഈ ഹർജി ഇന്ന് പരിഗണിക്കവെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതായത് ഈ 2000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന കയ്യേറി എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലായിരുന്നു എന്നായിരുന്നു രാഹുലിനോട് സുപ്രീം കോടതി ചോദിച്ചത്. വിശ്വസനീയമായ ഏതെങ്കിലും തെളിവുകൾ രാഹുലിൻ്റെ പക്കലുണ്ടോ എന്നും കോടതി ചോദിച്ചു. ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ അത്തരമൊരു പരാമർശം നടത്തില്ലായിരുന്നു എന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഇതിലെ സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണം. എന്നാൽ രാഹുലിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിന്നെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ അവതരിപ്പിക്കുക എന്നതായിരുന്നു. അപ്പോൾ കോടതി പറഞ്ഞത് ഇതിന് ആ പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്ത് അതിനു വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമുകൾ, അതായത് പാർലമെന്റ് പോലുള്ള ഇടങ്ങളിൽ അവിടെയാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എന്നായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ കൂടിയല്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള വിമർശനം. എന്തായാലും നിലവിൽ ഈ അപകീർത്തി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കോടതി കടുത്ത വിയോജിപ്പാണ് അറിയിച്ചിരിക്കുന്നത്. ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.